ബിഗ് ബോസ് കഴിഞ്ഞു. അനുമോൾ കിരീടം ചൂടി. പലരും അനുമോൾ ഡിസേർവിങ് ആണോ എന്ന് ചോദിച്ചിട്ടൊക്കെ ഒരുപാട് അനീഷാണ് ഡിസേർവിങ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ കണ്ടു. ആക്ച്വലി ഞാൻ ആ ഷോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. അവിടെ ഇവിടെ ഇങ്ങനെ ഓരോ ക്ലിപ്പിങ്സ് മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കതിനൊരു റിസൾട്ട് പറയാൻ സാധ്യമല്ല. പക്ഷേ അനുമോൾ അത് ചൂടിയിട്ടുണ്ടെങ്കിൽ, ആ കിരീടം അവളുടെ തലയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അത് അവളുടെ രക്ഷകർത്താക്കളോട്, അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആൻഡ് വാല്യൂസ് ഇല്ലേ, അതിന് പ്രപഞ്ചം കൊടുത്തൊരു ഗിഫ്റ്റാണ്. നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ടൂൾസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവൾക്ക് വന്ന വഴി മറന്നിട്ടില്ല കുട്ടി. അവളെ ഏത് ഉയർച്ചയിലും അച്ഛനെയും അമ്മയെയും ഇങ്ങനെ ചേർത്ത് വെക്കും. നിങ്ങൾക്ക് ജന്മം നൽകിയവരെ എന്ന് എതിർത്തിട്ട് നിങ്ങളുടേതായ ലെവലിലേക്ക് നിങ്ങൾ പോകുന്നു, അവിടെ നിങ്ങൾ തകർന്നിരിക്കും. തകർന്ന ചരിത്രം മാത്രമേ ഉള്ളൂ. അനുമോൾ ഡിസേർവിങ് ആണോ എന്ന് ചോദിച്ചവർക്കുള്ള ഒരേ ഒരു മറുപടി അതാണ്. അവൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആൻഡ് വാല്യൂസ് ഇല്ലേ, അതിന് പ്രപഞ്ചം കൊടുത്ത ഒരു ഗിഫ്റ്റാണ് അവളുടെ ലൈഫും അവൾ നേടുന്ന സൗഭാഗ്യങ്ങളും എല്ലാം. അതിൽ അപ്പുറം ഒന്നുമില്ല. നമ്മൾ മറ്റുള്ളവരെ നിഷേധാത്മകം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറയ്ക്കുന്നിടത്തോളം നമ്മൾക്ക് ശാപം അതുപോലെ തന്നെ നഷ്ടങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ കുട്ടിക്കുള്ള ക്വാളിറ്റി, അവളുടെ ക്യാരക്ടറിലുള്ള ക്വാളിറ്റിയാണ് അവൾക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ അവളെ സഹായിച്ചത് ഈ പ്രപഞ്ചം. അതുതന്നെയാണ്.